ഏവർക്കും നമസ്കാരം. ശിവാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് സമർപ്പിച്ച ചില ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യത്തിനുള്ള ഉത്തരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുള്ള ചില കാര്യങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാനുള്ള ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോസ് ചെയ്യാനും ഒക്കെ ഒരു പ്രചോദനമാവുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ് സെഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. 3 ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ ഇഷ്ടം തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശേഷം റീഡിംഗ് കേൾക്കാം. ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരു ചോദ്യം ദൈവത്തിനടുത്ത് ചോദിക്കുക, അതിനുശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്യുക കേട്ടോ. ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ റെസൊനേറ്റ് ആവുന്നു ആ ഒരു തരത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എടുക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് മാച്ച് ആവുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കണക്ട് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് റീഡിംഗ് മാത്രമാണ് എന്ന് പറഞ്ഞ് അതിനെ വിട്ടേക്കുക. അതിൻ്റെ മേലെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഡീപ് ബ്രീത്തിങ് ചെയ്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്താൽ, ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് അവേക്കൺ ദ പവർ ആൻഡ് മാനിഫെസ്റ്റ് യുവർ ഡിസയർ ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പവറിനെ നിങ്ങളിപ്പോൾ അവേക്കൺ ചെയ്തെടുക്കുക, ശേഷം നിങ്ങളുടെ ഡ്രീംസിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്ദേശം. ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു കാര്യങ്ങൾക്കൊരു കൃത്യതയില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പവറിനെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ, കാര്യങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതൊന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റേർണൽ ബ്ലോക്കേജ്, അതായത് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തടസ്സം ചെയ്യുന്നത് എന്താണോ, ചിലർക്ക് അതൊരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്കൊരു ജോലിയുടെ പ്രശ്നമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അതിപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുക. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ചില ചിന്തകളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു ഡൗട്ട്സ്, ഫിയറും എവിടേക്കൊരു പേടി, കണക്ട് ചെയ്യാനുള്ളൊരു പേടി, അല്ലെങ്കിൽ മനസ്സിനെ താഴോട്ട് കൊണ്ടിടുന്ന എന്തൊക്കെയോ ഒരു ഇല്യൂഷനിൽ പെട്ടുപോയ ഒരു അവസ്ഥ, ചിലർക്ക് കൺഫ്യൂഷൻ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നാം. ചിലർക്ക് പലതരത്തിലുള്ള ഒരു ഡ്രീംസ് ഉള്ളിലുണ്ടാവാം, ചില ഗോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഇതാണൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വരുന്നത്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ വിഷൻ നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. നിങ്ങളുടെ പാത്ത് ക്ലിയർ ആയിട്ട് വരാൻ പോവുകയാണ്. പക്ഷെ അവിടെ എവിടെയോ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നു. അത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പേപ്പർ എടുക്കുക. ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചിട്ട് തോന്നുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് എഴുതാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഗോളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് ഒരു പേപ്പറും പെന്നും വെച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ എഴുതി നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഗോളായിരിക്കാം, മുമ്പോട്ടേക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെയായാലും അത് കൃത്യമായിട്ട് അതിലേക്ക് എഴുതി വയ്ക്കുക. ശേഷം കൺഫ്യൂഷൻ ആണെങ്കിൽ അത് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന സംശയം അവിടെ എഴുതി വയ്ക്കുക. ഇൻ കേസ് നിങ്ങളുടെ ഗോളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗോൾ വളരെ സൂക്ഷിച്ച് കൃത്യമായിട്ട് മടക്കി നിങ്ങൾക്ക് സേഫായിട്ടുള്ള, സീക്രട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവയ്ക്കുക, മറ്റാരും എടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഗോൾ എടുത്ത് ഒന്ന് തുറന്ന് നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഗോളുമായിട്ടൊന്ന് ഒരു ഇൻട്രാക്ഷനിൽ വരിക. അത് മാനിഫെസ്റ്റേഷനായിട്ട് തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകുമെന്നാണ് കാണുന്നത്. കാരണം നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടണം. പ്രപഞ്ചത്തോട് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ പ്രപഞ്ചം അത് സാധിച്ചു തരുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് പിന്നെ വിഷമിക്കാതിരിക്കാം.
അത് എഴുതി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുവാണെന്ന് സങ്കല്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ പ്രപഞ്ചം അറിയണം പൂർണ്ണമായിട്ടും. എങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സാധിച്ചു തരാൻ പറ്റുള്ളൂ. എത്ര സമയം, എത്ര നാളത്തിനുള്ളിൽ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ഒരു സമയം. ഇത് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാക്കി തരാനും നിങ്ങൾക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ടാവാനും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കും. പിന്നെ സ്വപ്നം കാണുക. നിങ്ങൾ നടക്കുന്നതായിട്ട് സ്വപ്നം കാണാൻ ശ്രമിക്കുക. ചിലർക്ക് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് ഈ ഒരു സമയം നിങ്ങൾ എഴുതുക. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക, നന്ദി പറയുക. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഈ സമയം അനുവദിച്ച് തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുക. നിങ്ങളുടെ പാത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശക്തി തരാൻ പറയാം പ്രപഞ്ചത്തോട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ മാത്രമേ പ്രപഞ്ചം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതകളും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങളെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാതിരിക്കുക, നിങ്ങൾ തന്നെ സംശയിക്കാതിരിക്കുക. ഈ ഒരു സമയം ചിലർക്ക് ഇമോഷണൽ ബാലൻസ് ആണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതുക, പ്രപഞ്ചത്തെ അറിയിക്കുക, അത് ലഭിച്ചതായിട്ട് നന്ദി പറയുക. തീർച്ചയായിട്ടും അത് സാധിക്കുന്നതാണ്. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് മാത്രമേ ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും ജീവിതം ഉയരത്തിലെത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉയരത്തിലെത്താൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് സറണ്ടർ ടു ദ ഫ്ലോ ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ഡിവൈൻ ടൈമിംഗ്. ഓക്കെ, സറണ്ടർ ചെയ്യുക നിങ്ങൾ ഈ ഒരു സമയം. ഡിവൈൻ ടൈമിങ്ങിലേക്ക് ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു റിയലൈസേഷനിലേക്കാണ്. ചില കാര്യങ്ങൾ നിങ്ങളൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലർ വളരെയധികം നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലർ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്ത് കാര്യവും ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട്, അതായത് നല്ല വിത്തുകൾ നിങ്ങൾ വിതച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട വെള്ളവും വളവും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ സമയം അനുവദിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ച് ലഭിക്കുന്നതാണ്. പക്ഷേ എവിടേക്കോ എക്സ്റ്റേണൽ ഒപ്പീനിയൻ, അതായത് മറ്റുള്ളവരെ നിങ്ങളെ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളെ തളർത്തുന്നുണ്ടാവാം. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അവർ അളക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. മറ്റുള്ള പുറത്തുനിന്നുള്ള നോയ്സസ് നിങ്ങളെ ബാധിക്കാതിരിക്കുക. ഓക്കെ, നിശബ്ദമായിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം സമയങ്ങളിൽ, സിറ്റുവേഷൻസിൽ നിങ്ങളതിന് ഉത്തരം നൽകാൻ പോകാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളൊരു സൈലൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളെ പിന്നെയും അതിലേക്ക് തന്നെ വലിച്ചഴിക്കുന്നൊരവസ്ഥ ഉണ്ടാവാം. പക്ഷെ ചെവി കൊടുക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം. ചിലരെങ്കിലും യൂണിവേഴ്സിനെ ഡൗട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അതിന് സമയമെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് സറണ്ടർ ആൻഡ് ലെറ്റ് ഗോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്ത് തന്നെയായാലും അത് സറണ്ടർ ചെയ്തേക്കാം. ബാക്കി നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക ഈ ഒരു സമയത്ത്. എത്രത്തോളം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെയാണ് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു മൊമെൻറ്റിലെ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. അത് മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലർ വളരെ മനോഹരമായിട്ട് ഈ ഒരു സമയത്ത് ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട്, സറണ്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ തന്നെ ആവണമെന്നില്ല. വേറെ പലതരത്തിലും നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പം ചില കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നല്ല കാര്യങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പവർ, സ്ട്രെങ്ത് ആണ് ആവശ്യം. ഡൗട്ട് ചെയ്യാതിരിക്കുക. കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് നടക്കാൻ അനുവദിക്കുക. ഓക്കെ, താങ്ക് യു. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ പോകുന്ന വഴി കറക്റ്റ് തന്നെയാണോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം.
തീർച്ചയായിട്ടും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കറക്റ്റ് തന്നെയാണ്. ഈ ഒരു വഴി തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു വഴി വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാവേണ്ടത് അത്യാവശ്യമാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ചില ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ പാകപ്പെടുത്തേണ്ടത് ഈ ഒരു സമയത്ത് തയ്യാറാണ്. നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് ആ ഒരു ഇൻറ്റ്യൂഷനായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ചിലർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം ഒരു ഇൻറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ചിലരെങ്കിലും ഒരു സോൾ പർപ്പസിലേക്കുള്ള കണക്ഷൻ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ സോൾ പർപ്പസ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയിലേക്ക് കുഴങ്ങിപ്പോയതായിരിക്കാം. ഓർക്കുക, സോൾ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ഒരുപാട് പർപ്പസുള്ള ആൾക്കാരാണ്. അതായത് ഒരു കാര്യം മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വന്നതിന് തന്നെ കൃത്യമായിട്ടുള്ളൊരു സോൾ പർപ്പസ് ഉള്ള ആൾക്കാരാണ്. അതായത് ചിലർക്ക് സെൽഫ് റിയലൈസേഷൻ, ചിലർക്കെങ്കിലും പ്രപഞ്ചത്തെ സപ്പോർട്ട് ചെയ്യുക, അൺകണ്ടീഷണൽ ലവ് സെൻഡ് ചെയ്യുക, ഇതെല്ലാം നമ്മുടെ പർപ്പസ് തന്നെയാണ്. ആദ്യം നിങ്ങൾ ഹീലാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവനവൻ്റെ ആ ഒരു ഡിവൈൻ ട്രൂ സെൽഫിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്പനേരം റീചാർജിങ്ങിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. കാരണം നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ വളരെ സേഫായിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ലോകത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ അനുഭവത്തിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എങ്ങനെ മുമ്പോട്ട് പോകാൻ തോന്നുന്നു അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുന്നതാണ്. ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 തൂണുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2 തൂണുകൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത്, സെക്കൻഡ് നിങ്ങളുടെ സ്കില്ലാണ്. ചിലർക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് പാരൻസ് ആയിരിക്കാം. അവരുടെ സപ്പോർട്ടായിരിക്കാം നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്കിൽ, കഴിവ്, അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 തൂണുകളിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സക്സസ്സിലേക്ക് അത് കൊണ്ട് ചെന്നെത്തിക്കും. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന കണക്ഷൻസുമായിട്ട് നിങ്ങളെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില ആൾക്കാർ, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. അപ്പം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലരൊരു ബോണ്ടിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു, ചില ആൾക്കാർ ആയിട്ട് നിങ്ങൾക്കൊരു ബോണ്ടിങ് ഉണ്ടായി എന്ന് കരുതിയിട്ട്, പക്ഷെ നിങ്ങൾക്ക് അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് അവർ പ്രയോറിറ്റി തരുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്കൊരിക്കലും മുമ്പോട്ടേക്കുള്ള പാത നല്ല രീതിയിൽ തുറന്ന് തരില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിൽ പലരും ഒരു സ്പിരിച്വൽ സീക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആധ്യാത്മികമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കഴിവുകളാണ് നിങ്ങളുടെ. അപ്പോൾ അതിനൊക്കെ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയം ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വഴികാട്ടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. ഒഴിവാക്കേണ്ട കാര്യങ്ങളെ ഒഴിവാക്കുക, സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇതാണ് 3rd ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത്. ഈ ഒരു കാർഡ് റെസൊണേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.